പരീക്ഷാഫലം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് മന്ത്രി ആർ ബിന്ദുവിന്റെ ഒരു പ്രതികരണം കൂടി ഇപ്പോൾ അത് ക്യാബിനറ്റിൽ കൂടി അംഗീകരിച്ചതിന് ശേഷമാണ് അത് നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിധി മുഖ്യമന്ത്രിയായും ക്യാബിനറ്റ് മറ്റ് മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്നാണ് കരുതുന്നത്. പ്രോസ്പെക്ടസ് അംഗീകരിച്ച ശേഷം കൊണ്ടുവന്ന ഭേദഗതിയാണ് ഇതിൽ പ്രശ്നം എന്ന് പറയുന്നത്. പ്രോസ്പെക്ടസിൽ പ്രൊവിഷൻ ഉണ്ട് അതിന്. ഇത് കോടതിയിൽ ഇനിയും പോകേണ്ട കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ഡീപ്പായിട്ട് പ്രതികരിക്കുന്നില്ല. പ്രഥമ പ്രതികരണം മാത്രമാണ് ഇപ്പം എനിക്ക് നൽകാൻ സാധിക്കുക. കോടതിയിൽ നിന്ന് വിധിയൊന്നും ലഭ്യമായിട്ടില്ല. നിങ്ങളെപ്പോലെ ഞാനും മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത ശ്രവിച്ചു എന്നല്ലാതെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമായിട്ടില്ല. അപ്പോൾ ഇനിയും കോടതി വ്യവഹാരങ്ങളിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. സർക്കാരിന് അതിനപ്പുറത്ത് വേറെ നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ സുതാര്യമായിട്ടാണ് എല്ലാ നടപടികളും ഉണ്ടായിട്ടുള്ളത്. ഇനി നാളെ ഉണ്ടല്ലോ ക്യാബിനറ്റ്. കാരണമൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. കാരണങ്ങളൊക്കെ തൽക്കാലം ഇപ്പോൾ എനിക്ക് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ അപ്പീലൊക്കെ പോവാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഇനി പറഞ്ഞ് പ്രശ്നം ഉണ്ടാവണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം കുട്ടികൾക്കും പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. അത്രേ പറയാനുള്ളൂ.